ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ 3 ദിവസം അവധിക്ക് ശേഷം വലിയൊരു ഗ്യാപ്പിന് ശേഷം നിഫ്റ്റി വന്നെങ്കിൽ കൂടിയും വന്ന ദിവസം തന്നെ നിഫ്റ്റി ഞെട്ടിച്ചു. 500 പോയിന്റിന് മുകളിൽ നിഫ്റ്റിയും 1600 പോയിന്റിന് അടുത്ത് സെൻസെക്സും ബാങ്ക് എക്സും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും എല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തി. എല്ലാ സെക്ടറും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, എല്ലാ ഇൻഡെക്സും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്രാഷായി. ഏകദേശം ഒരു 16% അടുത്ത് ഇന്ത്യ വിക്സ് ക്രാഷായി വളരെ കൂൾ ഡൗൺ ആയ രീതിയിൽ നിൽക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഓട്ടോ സെക്ടറിന് ഈ ഒരു താരിഫ് താൽക്കാലികമായിട്ടും പോസ് ചെയ്യുമെന്നുള്ള വാർത്ത ഏഷ്യൻ വിപണിയിൽ ടൊയോട്ടോ പോലെയുള്ള കമ്പനീസ് രാവിലെ 4% റാലി രേഖപ്പെടുത്തിയിരുന്നു. ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടി. വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് പിന്നെ നമ്മളെ ഇൻഫ്ലേഷൻ ഡേറ്റ, WP ഇൻഫ്ലേഷൻ ഡേറ്റ എല്ലാം തന്നെ വന്നു. ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ എല്ലാം തന്നെ വളരെ താഴ്ന്ന രീതിയിൽ വന്നത് മാർക്കറ്റിന് ഒരു റാലിക്ക് ഒരു കാരണമായിട്ടുണ്ട്. എസ്പെഷ്യലി ഓട്ടോ സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്നത്തെ താരം. ടാറ്റ മോട്ടോഴ്സും സംവർദ്ധന മദേഴ്സും പോലെയുള്ള സ്റ്റോക്കുകൾ ഇന്ന് നല്ല രീതിയിലുള്ളൊരു റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ BSE കമ്പനീസ് മാർക്കറ്റ് ക്യാപ്പ് 11 ലക്ഷം കോടി ആഡ് ചെയ്തു. 412 ലക്ഷം കോടി രൂപ ആയിട്ടുണ്ടായിരുന്നു. 400 കോടി രൂപക്കൊക്കെ താഴെ പോയതായിരുന്നു. 400 ലക്ഷം കോടി രൂപക്കൊക്കെ താഴെ പോയതായിരുന്നു BSE ലിസ്റ്റഡ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ടോട്ടൽ വിപണി മൂല്യം. അപ്പോൾ അത് തിരികെ എത്തി എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് നിഫ്റ്റി റിയാലിറ്റി സെക്ടേഴ്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8% ഒരു റാലി രേഖപ്പെടുത്തി. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും ഫെർട്ടിലൈസർ സ്റ്റോക്കുകളും വളം നിർമ്മിക്കുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പ്രധാനമായിട്ടും മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർകാസ്റ്റ് അനുസരിച്ച് ഇത്തവണ നല്ല നോർമൽ രീതിയിലുള്ള മൺസൂൺ എല്ലാം തന്നെ കിട്ടുമെന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളൊരു റിപ്പോർട്ട്. ഇനി ഇതിനിടയിൽ ഇനിയിപ്പോൾ എല്ലാം പോസിറ്റീവാണെന്ന് ചോദിച്ചാൽ അല്ല. ഗ്ലോബൽ ബ്രോക്കറിംഗ് ഫേമായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി BSE സെൻസെക്സിൻ്റെ എല്ലാം തന്നെ ടാർജറ്റ് 93,000 നിന്ന് 82,000 കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന കാരണം സെൻസെക്സിൻ്റെ ടാർജറ്റ് കട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം. അത് ഇന്നോ നാളെയോ മാർക്കറ്റ് ഇതനുസരിച്ച് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെടുമെന്നല്ല. ഓവർ എ ലോങ് പീരീഡിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു ഫോർകാസ്റ്റാണ്. ഇനിയിപ്പോൾ അത് ട്രംപിൻ്റെ എല്ലാം തന്നെ താരിഫിൽ അഴവുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു നെഗോസിയേഷൻ വെച്ച് പുലർത്തുകയാണെങ്കിൽ നല്ല ഇതിന് മാറ്റം വന്നേക്കാം. കൂടാതെ ഇന്ത്യയിലെ ഒരു പുതിയ നമ്മളുടെ ഓട്ടോ സെയിൽസ് എല്ലാം തന്നെ 2.56 crores ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് സെയിൽസ് കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 2 വീലേഴ്സിൻ്റെ എല്ലാം തന്നെ EV സെയിൽസും എല്ലാം തന്നെ നല്ല ശക്തമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പുതിയ അപ്ഡേറ്റ്സുകളുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഗ്ലോബൽ മാർക്കറ്റുകളും സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ ഈ വരുന്ന 26-ാം തീയതി കാലിക്കറ്റ് വെച്ചിട്ട് ആലീസ് ബ്ലൂ ഒരു പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഏകദിന ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനവിടെ സ്പീക്കറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിൽ കാണാം. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിളിലേക്ക് വേണ്ടിയിട്ടൊക്കെ, എസ്പെഷ്യലി കോഴിക്കോടുള്ള ആളുകൾക്കൊക്കെ വരാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ലൊക്കേഷൻ ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത് ഹോട്ടൽ മറീന റെസിഡൻസിയിലാണ്. അപ്പോൾ ഞാനൊരു നമ്പർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ സ്പീക്കറായിട്ടാണ് എത്തുന്നത്. പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ആലീസ് ബ്ലൂ തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോകാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പൊതുവേ പോസിറ്റീവാണ്. ഇതിൽ ഡാക്സ് മാർക്കം ജർമ്മൻ മാർക്കറ്റ് മാത്രം കുറച്ചധികം പോസിറ്റിവിറ്റി ഉണ്ട്. 1% സ്പൈക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ വിക്സ് കാണാൻ 20% ഫോളോ ചെയ്ത് 16 എത്തി നിൽക്കുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവായ രീതിയിൽ രാവിലെ മുതൽ ഫ്ലാറ്റായിരുന്നു. നിക്കി, ജപ്പാൻ മാർക്കറ്റ്, കോസ്പി, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $11 പെർ ഔൺസിന് ഉയർന്ന് $3,220 പെർ ഔൺസിനാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ഓയിലെല്ലാം തന്നെ 64. ബിറ്റ്കോയിൻ നോക്കേണ്ട കാര്യമില്ല, പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വാല്യൂ ആയിരിക്കില്ല. 24 hour ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും 85,000 സ്പോട്ട് ബിറ്റ്കോയിനും നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഗ്ലോബലി എല്ലാം തന്നെ നോക്കുമ്പോൾ 90 ദിവസത്തെ താരിഫ് പോസ് എല്ലാം തന്നെ കിട്ടിയിട്ടുള്ളത്
താൽക്കാലിക ആശ്വാസമായിട്ട് ഇക്വിറ്റി മാർക്കറ്റിലുള്ള ആളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ചൈനയുടെ ആ ഒരു ഇഷ്യൂ നിലവിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. 90 ദിവസത്തിന് ശേഷം എന്താണെന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ Q4 റിസൾട്ടുകളൊക്കെയാണ് വരുന്നത്. Q4 റിസൾട്ട് അറിയാനായിട്ട്, റിസൾട്ട് കലണ്ടർ അറിയാനായിട്ട് നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവാം. ആപ്പ് വേണമെന്നില്ല, വെബ്സൈറ്റിൽ പോവാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിന് ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ ഗ്ലോബൽ ഈവൻറ്റുകളൊക്കെ അറിയാൻ സാധിക്കും. നമുക്കിനിയിപ്പോൾ നാളെ ബുധൻ, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച മാർക്കറ്റ് ഗുഡ് ഫ്രൈഡേ അവധിയാണ്. അപ്പോൾ വീണ്ടും 3 ദിവസത്തെ ഗ്യാപ്പ് വീണ്ടും വരികയാണ്. അതിനുശേഷം നെക്സ്റ്റ് വീക്കും അതുപോലെ തന്നെ കമ്മിങ് ഫ്രൈഡേ, അതായത് ഈ നാളെ കഴിഞ്ഞുള്ള ഈ വീക്കിലെ ഫ്രൈഡേ അല്ല, നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേയും ഇതുപോലെ തന്നെ ഒരു അവധിയുണ്ട്. ഗ്ലോബൽ കലണ്ടറും ഈ ഗ്ലോബൽ ഹോളിഡേ കലണ്ടറും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം വളരെ ചുരുങ്ങിയ ഒരു പ്രവൃത്തി ദിവസമാണ് നിലവിലുള്ളത്. എനിവേ കുറച്ച് പ്രവൃത്തി ദിവസം ആണ് ഉണ്ടായെങ്കിൽ കൂടിയും വലിയ തോതിൽ വോളറ്റൈലായിരുന്നു. വലിയ തോതിൽ നമുക്ക് കുറേ ആളുകൾക്ക് നഷ്ടം വരുത്തി, കുറേ ആളുകൾക്കും പ്രോഫിറ്റും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ ഉള്ളൊരു മാസമാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. ഇനോക്സ് ഗ്രീൻ കമ്പനി ഇന്ന് ഏകദേശം 19% ഒരു സ്പൈക്ക് ഉണ്ടായി. പ്രധാനമായിട്ടും ഇനോക്സ് ക്ലീൻ എനർജിയുടെ എല്ലാം തന്നെ IPO റെഫറൻസ് പ്രോസ്പെക്റ്റ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്തയാണ് ഇനോക്സ് ഗ്രീനിൽ നിന്ന് നേട്ടം കൈവരിക്കാനായിട്ട് പറ്റിയത്. ഇനി ബിർള എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ളൊരു ഒരു വാർത്തയുള്ളത്, ഇവരുടെ ഇയർ ഓൺ ഇയർ ബുക്കിംഗ് ഗ്രോത്ത് എല്ലാം തന്നെ 100% കൈവരിച്ചു എന്നുള്ള വാർത്തയുണ്ട്. സ്റ്റോക്ക് ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. കപ്പാസിറ്റ ഇൻഫ്ര കമ്പനി, ഇവർ 220 കോടി രൂപയുടെ ഓർഡർ മുംബൈ റൈമണ്ട് സബ്സിഡിയറിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. എയർടെലും ഇന്ന് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സിമ്മുകളെല്ലാം തന്നെ 10 മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യാനായിട്ട് ബ്ലിൻകിറ്റ് എന്ന് പറയുന്ന ഒരു ഡെലിവറി പാർട്ണറായിട്ട് ഭാരത് എയർടെൽ ടൈപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ്. പൂൻവാല ഫിൻകോർപ്പ് കമ്പനി ഗോൾഡ് ലോൺ ബിസിനസ് എല്ലാം തന്നെ ഇന്ത്യയുടെ വ്യത്യസ്ത ബ്രാഞ്ചുകളിൽ ഇവർ ലോഞ്ച് ചെയ്യുകയാണ്. 400 പുതിയ ബ്രാഞ്ച് ഇവർ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഗോൾഡിൻ്റെ വില ഉയരുക വഴി കൂടുതൽ ഗോൾഡ് ലോൺ വെച്ച് ആളുകൾ പണം എടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. റൈറ്റ് ഗെയിൻ ട്രാവൽ രംഗത്തുള്ള ലീഡിങ് കമ്പനിയാണ്. ഇവർ ലോ കോസ്റ്റ് എയർവേയ്സ് ആയിട്ടുള്ള US ലോ കോസ്റ്റ് എയർവേയ്സ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അദാനി ഗ്രീൻ എനർജി കമ്പനി ഓപ്പറേഷണൽ കപ്പാസിറ്റി 30% ഉയർത്തിയതായിട്ട് കമ്പനി അറിയിച്ചു. പ്രീമിയർ എനർജി കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു റേന ടെക്നോളജി ആയിട്ട് ഇവർ നെക്സ്റ്റ് ജനറേഷൻ സോളാർ സെൽ ടെക്നോളജി ചെയ്യാനായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള വാർത്തയുണ്ട്. ഹാവൽസ് ഇന്ത്യ കമ്പനി 600 കോടി രൂപയാണ് ഇവർ ഗോൾഡിയർ സോളാർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അക്യൂർ 10% ആണ് അക്യൂസിഷൻ നടത്തിയത്. 600 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. JM ബെവറീസ് കമ്പനി, ഇവരുടെ Q4 റിസൾട്ട് ബലം വന്നു. റിസൾട്ട് 60 കോടി രൂപയിൽ നിന്ന് 86 കോടി രൂപയിൽ നിന്ന് 60 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് 30% കുറഞ്ഞു എന്നുള്ള വാർത്തയുണ്ട്. ICC പ്രൊഡക്ഷൻ കമ്പനി, അവർ 174 നിന്ന് 386 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതുൽ ഓട്ടോ EV ബാറ്ററി നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അമരരാജ എന്ന് പറയുന്ന ബാറ്ററി നിർമ്മാതാക്കളായിട്ട് ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അമരരാജയും ലിസ്റ്റഡ് കമ്പനിയാണ്, നമുക്കറിയാം. എക്സൈഡും അമരരാജയും ഒക്കെയാണ് ലീഡിംഗ് ആയിട്ടുള്ള ബാറ്ററി അയൺ ലിഥിയം ബാറ്ററി നിർമ്മാതാക്കൾ. ഇതാണ് ഇപ്പോൾ ഉള്ള വാർത്തകൾ. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസൊക്കെ ആയിട്ട് എത്താം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്